ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നല്ല കിടിലം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജമന്തി അടക്കമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്, DTDC ആണ് കൊറിയർ സർവീസ് വരുന്നത് കേട്ടോ. പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൻ്റെ ട്രാക്കിംഗ് ID ഒക്കെ അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അതുപോലെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേസ് വരുന്നത് കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്ലേസ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നാലും ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ് പ്ലേസ് എവിടെയാണ്. കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് തളിപ്പറമ്പിൽ നിന്നും 30 കിലോമീറ്ററാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ജമന്തിയാണ് കേട്ടോ. അത് കണ്ടില്ല, ഇതുപോലെ ബുഷായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പ്ലാന്റുകൾ ഈ ചട്ടി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ചട്ടി ഒഴിവാക്കിയാലും മണ്ണൊന്നും അധികം നീക്കാതെ തന്നെ പ്ലാന്റുകൾ സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് വെള്ളത്തിൽ ഇറക്കി വെക്കരുത്. വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നൊരു തെറ്റാണ് വെള്ളത്തിൽ ഇറക്കി വെക്കുക. വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ മൂട്ടിലുള്ള ബാക്കി മണ്ണൊക്കെ ഇളകി പോകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളത്തിൽ വെക്കരുത്. നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളത് റീപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയെങ്കിലും തണലത്ത് വെക്കുക. പെട്ടെന്നെടുത്ത് വെയിലത്തോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് കേടായി പോട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റീപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് ഒന്ന് തണലത്ത് വെക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യ പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഈ ഒരു ജമന്തിയാണ്. നല്ല തിക്കായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതിന് 100 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്ന ജമന്തിയുടെ വൈറ്റ് കളറാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് വരുന്നത്. നല്ല തിക്കായി നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 100 രൂപ തന്നെയാണ് വില വരുന്നത്. ഒരു ഓറഞ്ച് കളറാണ്, കണ്ടില്ലേ, ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. നല്ല മിനിയേച്ചർ ടൈപ്പ് ജമന്തികൾ കണ്ടില്ലേ, ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം. ഈ പ്ലാന്റിന് 100 രൂപ തന്നെയാണ് വരുന്നത്. അടുത്ത് വരുന്നൊരു മജന്ത കളറാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 2-3 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന് 100 രൂപ തന്നെയാണ് വരുന്നത്. നല്ല മജന്ത കളറിലുള്ള പൂക്കളാണ്, നല്ല വലിയ പൂക്കളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. 100 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത്. അടുത്ത് വരുന്ന യെല്ലോ കളറാണ്. നല്ല മഞ്ഞ കളർ പൂക്കൾ കണ്ടില്ല, ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ മഞ്ഞ കളർ, യെല്ലോ കളറൊക്കെ വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിനി പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് പെരുന്നാളിന് ശേഷമാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുള്ളൂ കേട്ടോ. അതായത് ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ കൂടിയിട്ട് പ്ലാന്റുകൾ അയക്കാൻ പറ്റുള്ളൂ. DTDC ഒക്കെ അവധിയായിരിക്കും, അതുകൊണ്ടാണ് അത്രയും താമസം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റുകൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം കേട്ടോ. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യണം. ഒന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് അക്കൗണ്ടിൽ നിന്ന് പൈസ വരുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ചില ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്താൽ അറിയിക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്ത് ക്യാഷ് അയക്കാൻ താമസം ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്യാഷ് അയക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. അടുത്ത് വരുന്ന ഓർക്കിഡ് റോസാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. നമ്മൾ കുറേ ആയി ഇപ്പം നമ്മൾ ഓർക്കിഡ് റോസൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ബൊഗെയിൻവില്ല മാത്രമായിരുന്നു ഒരു 2-3 മാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് വളരെ കുറവായിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ബൊഗെയിൻവില്ലയ്ക്കൊക്കെ അത്ര അധികം ഓർഡർ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ബൊഗെയിൻവില്ല. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ചില പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇത് ഓർക്കിഡ് റോസ് ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 150 രൂപയാണ്.
അടുത്ത വരുന്ന ക്രീപ്പർ റോസ് ആണ്, വള്ളി റോസ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ആൾക്കാർ ക്രീപ്പർ റോസ് ആവശ്യപ്പെട്ടു. നല്ല റെഡ് കളറിൽ പൂക്കൾ, നല്ല ബട്ടൺ റോസിൻ്റെ പൂക്കൾ പോലെയുള്ള കുനുകുനാന്നുള്ള പൂക്കളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 120 രൂപയാണ് വള്ളി റോസ്. അടുത്ത് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ്, കണ്ടില്ലേ, ഇതിൻ്റെ ലീഫുകളും അതുപോലെ പൂക്കളും എല്ലാം ഒരേ കളറിൽ നിൽക്കുന്ന ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പൂക്കൾ പോലെയുള്ള ഒരു പൂക്കളാണ് ഇതിൻ്റെ. അപ്പോൾ ലീഫുകളും നല്ല ഡാർക്ക് കളറായിട്ടുള്ള ഒരു ഇലകളാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. അതുപോലെ അതേ കളറിൽ തന്നെയാണ് പൂക്കളും വരുന്നത്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റൊക്കെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നത് കേട്ടോ, ഇതിൻ്റെ സീഡുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ തനിയെ തന്നെ വീണ് മുളച്ച് നല്ല ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന ലാവണ്ടർ പ്ലാന്റ് ആണ്. ലാവണ്ടർ പ്ലാന്റ് നമുക്കറിയാം, നല്ല ഭംഗിയായിട്ട് ബുഷാക്കി നമുക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഒരു സ്മെല്ലുള്ള ഇലകളാണ് ഇതിൻ്റെ ഇലകൾ. ഇത് ഫ്ലവറിങ് അല്ല കേട്ടോ, ഇതുപോലെ നമുക്ക് ബുഷാക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ, ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ബോൾ പോലെ നമുക്ക് ഷേപ്പാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയ പ്ലാന്റ് ഒരുപാട് ഓർഡർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡന് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബുഷാക്കി വളർത്താനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. 365 ദിവസം പൂക്കൾ ലഭിക്കുന്ന, എല്ലാ മഴയത്തും നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വയലറ്റ് കളറാണ് വരുന്നത്, ഒരു മജന്ത കളറ്. ഇതിൻ്റെ വൈറ്റ് കളറും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് വൈറ്റ് കളർ. വൈറ്റ് കളർ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന കുറച്ച് മുല്ല വെറൈറ്റീസ് ആണ്. ഒരു 4 വെറൈറ്റി മുല്ലകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മുല്ല എന്ന് പറയുന്നത് സാന്തൽ മുല്ലയാണ്. ചന്ദനമുല്ല, സാന്തൽ മുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ചന്ദനമുല്ല അല്ലെങ്കിൽ സാന്തൽ മുല്ല. ഇത് കണ്ടില്ലേ, അസാധ്യ മണമാണ്, അസാധ്യ സ്മെല്ലുള്ള ഒരു പൂക്കളാണ് ഇതിൻ്റെ. നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഈ പൂക്കൾക്ക്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അടുത്ത് വരുന്ന കൊക്കട മുല്ല എന്ന് പറയുന്ന ഈ ഒരു മുല്ലയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്, കണ്ടില്ലേ. അതുപോലെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉള്ള ഒരു പൂക്കളാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ചെടികളാണ് വരുന്നത്. ഈ ഒരു ചെടിക്ക് വില വരുന്നത് 80 രൂപ തന്നെയാണ് കേട്ടോ. അടുത്ത് വരുന്ന ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കയും ഒരു മുല്ല വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലുള്ള, അസാധ്യമായിട്ട് പൂക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ബ്രൈഡൽ ബൊക്ക എന്ന് പറയുന്ന ഈ ഒരു മുല്ല. അപ്പോൾ ഇതിനും നല്ല സ്മെല്ലുള്ള പൂക്കളാണ്, നിറയെ പൂക്കുകയും ചെയ്യും. അപ്പോൾ പൂക്കൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുപോലെ പൂക്കൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 160 രൂപയാണ്. അടുത്ത് വരുന്ന കട്ടമുല്ല അല്ലെങ്കിൽ അറേബ്യൻ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഒത്തിരി എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു അറേബ്യൻ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 90 രൂപയാണ്. വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. 90 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ്, ബഞ്ചായിട്ട് പൂക്കുന്ന ചെടിയാണ്. അതുപോലെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന, ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. 3 ദിവസത്തിൽ 3 കളർ നമുക്ക് ഈ പൂക്കളിൽ നിന്ന് കിട്ടും. അതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വയലറ്റ് കളറിലേക്ക് വരും, പിന്നെ അതൊരു ലൈറ്റ് കളറിലേക്ക് വരും, പിന്നെ അത് നല്ല വൈറ്റ് കളറിലേക്ക് വരും. അങ്ങനെ നല്ല 3 കളറിൽ ലഭിക്കുന്ന ഒരു പൂക്കളാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 160 രൂപയാണ്. അടുത്ത് വരുന്ന ഡിഷ്മോഡിയ എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു തണൽമരമാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് നമുക്ക് തണൽമരമായിട്ട് വളർത്താം. അതുപോലെ നമുക്ക് വെട്ടി ബുഷാക്കി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു മരമാണിത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 100 രൂപയാണ്.
കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡിസ്മോഡിയയുടെ പ്ലാന്റ് വരുന്നത്. കണ്ടില്ലേ, ഇത് നമ്മളൊരു 5-6 മാസം മുമ്പ് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടിരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരുപാട് വലിയ മരമായിട്ട് അങ്ങനെ പോകുന്ന പ്ലാന്റ് ഒന്നുമല്ല, നമുക്ക് വെട്ടി ഷേപ്പാക്കിയൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാനും അതുപോലെ ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാനും പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അടുത്ത് വരുന്ന ചെറുനാരകമാണ്. ചെറുനാരകത്തിൻ്റെ തൈകളാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ ട്രിമ്മിലൊക്കെ വളർത്താൻ, ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ചെറുനാരകം. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 180 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ. അടുത്ത് വരുന്ന വയലറ്റ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റാണ്. ഒരുപാട് ആൾക്കാർ 5-10 എണ്ണം ഒരുപാടെണ്ണം അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന വയലറ്റ് ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.